നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. നാളത്തെ പ്രൊമോയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോമിനേഷൻ തന്നെയാണ്. നോമിനേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന കണക്കുള്ള നോമിനേഷൻ തന്നെയാണ്. അതായത് കുറച്ചു പേർ ലിവിംഗ് റൂമിൽ ഇരുന്നു കൊണ്ടുള്ള നോമിനേഷൻ, പ്ലാസ്മ ടിവിയുടെ മുന്നിൽ നിന്നുള്ള നോമിനേഷനും കുറച്ചു പേർ അകത്തു പോയിട്ട്, അതായത് കൺഫെഷൻ റൂമിന്റെ അകത്ത് പോയി നിന്നുള്ള നോമിനേഷനുമാണ് ഇത്തവണയും നടക്കുന്നത്. അതിൽ ഇത്തവണ പലരും പല പേരുകളും പറയുന്നുണ്ട്. ഷാനവാസൊക്കെ കൺഫെഷൻ റൂമിനകത്ത് നിന്നാണ് പറയുന്നത്. കുത്തിത്തിരിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഷാനവാസ്, അക്ബർ, അതോടൊപ്പം തന്നെ ആര്യനൊക്കെ തന്നെ പല രീതിയിൽ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ പേരൊന്നും തന്നെ പറയുന്നില്ല. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് അവസാനം ഈ പ്രോമോയിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഇതിന്റെ അകത്ത് ഈ ഒരു പ്രോമോയിൽ തന്നെ അവർ കാണിച്ചിട്ടുണ്ട് 11 പേർ എഴുന്നേറ്റ് നിൽപ്പുണ്ട്, ബാക്കി 4 പേർ മാത്രം അവിടെ ഇരിക്കുന്നു. അതായത് ഇനി 11 പേരാണോ ഇത്തവണത്തെ നോമിനേഷനിൽ വരുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു ഹിന്റ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രോമോ ആണോ എന്നുള്ളത് നമുക്ക് നാളെ ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 11 പേര് നോമിനേഷനിൽ വരുന്നു, 4 പേര് മാത്രമാണ് ഇരിക്കുന്നത്. ആ 4 പേരെന്ന് പറയുന്നത് നൂറ, അനുമോള്, നെവിൻ, ഒണിയൽ, ഇവർ 4 പേരുമാണ് അവിടെ ഇരിക്കുന്നത്. ബാക്കി ഉള്ള 11 പേരും എഴുന്നേറ്റ് നിൽക്കുവാണ്. അനീഷ്, ഷാനവാസ്, ബാക്കിയുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽപ്പുണ്ട്. ഈ നൂറ, അനുമോള്, നെവിൻ, ഒണിയൽ മാത്രം അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവര് നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടിട്ടാണോ അവിടെ ഇരിക്കുന്നത്? ഇനി ബിഗ് ബോസ് നോമിനേഷനിൽ വരെ മാത്രം എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതൊരു ഹിന്റ് ആണെങ്കിൽ 11 പേര് നോമിനേഷനിൽ വന്നു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാം. ബാക്കിയുള്ള 4 പേര് ചിലപ്പോൾ സേഫായി മാറാം. പക്ഷെ പ്രോമോയാണ്, പ്രോമിസിംഗ് അല്ല. അത് നാളെ ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കണം. പക്ഷെ പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത് പ്രകാരം ഇങ്ങനെയാണ് അവർ ലാസ്റ്റ് പ്രോമോയിൽ ഒരു ട്വിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നൂറ, അനുമോള്, നെവിൻ, ഓണിയൽ അവിടെ ഇരിക്കുന്നു, ബാക്കിയുള്ള 11 പേര് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ 11 പേർ ചിലപ്പോൾ അടുത്ത ആഴ്ച, ഈ വരുന്ന ആഴ്ചയിൽ നോമിനേഷനിൽ ഉണ്ടാകും. ഇനി ഇതല്ല, ഇനി വേറെ രീതിയിലാണെങ്കിൽ നമുക്ക് നാളത്തെ ലൈവ് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു.